എന്തായാലും രാജിവെക്കാൻ പാടില്ലായിരുന്നു. സ്ഥാനം പോയ രാഷ്ട്രീയക്കാരൻ ഇവിടെ എന്ത് വിലയാടോ ഉള്ളത്? രാജി വെച്ചില്ലെങ്കിൽ അവരെന്നെ പിടിച്ച് പുറത്താക്കും. ഇതിപ്പോ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഇതിനേക്കാൾ മെച്ചമായ വകുപ്പോടെ ഞാൻ തിരിച്ചു വരും. കണക്കുകൂട്ടലുകൾ എവിടെയോ പഴച്ചുപോയി. ആ മർഡർ കേസിന്റെ തുമ്പും പിടിച്ച് CBI എന്നെ വല വീശിരിക്കുകയാണ്. ആൻഡോ എല്ലാം പറഞ്ഞിരിക്കും. എന്ത് പറഞ്ഞാലും തെളിവുകൾ വേണ്ടേ? ഈ പവിത്രൻ തന്നെ ഇതിനു മുമ്പ് എന്തെല്ലാം എഴുതിയിരിക്കുന്നു. അന്ന് അവൻ തനിച്ചായിരുന്നു. ഇന്ന് ചരട് വലിക്കുന്ന മുഴുവൻ രാജലക്ഷ്മിയാണ്. പത്രത്തിലൂടെ ജനങ്ങളെ ഇളക്കി ഇതൊരു സെൻസേഷണൽ കേസാക്കി മാറ്റാനുള്ള ബുദ്ധി അവളുടെ മാത്രമായിരിക്കും. തനിക്ക് കുറച്ചു നാൾ ഇവിടെ നിന്ന് മുങ്ങിക്കൂടെ? ആഹാ, സാർ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല സാറേ, ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഈ പട്ടാപ്പൽ ഇദ്ദേഹത്തിനോട് നിൽക്കാൻ സാറിന് എങ്ങനെ ധൈര്യം വന്നേ? താൻ വന്ന കാര്യം പറ. ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. കേസുകൾ ധാരാളമുണ്ട്. CBIയുടെ, സ്റ്റേറ്റ് പോലീസിന്റെ, ക്രൈംബ്രാഞ്ചിന്റെ. മർഡർ കേസിന് 4-5 ഉണ്ട്. ഇതിപ്പോ കുഴപ്പമെന്താന്ന് വെച്ചാലേ, സാർ ഇപ്പോൾ അടുത്തൊന്ന് ജാമ്യം എടുത്തു വരുമ്പോ മറ്റവന്മാര് പിടിക്കും. അവിടുന്ന് പതുക്കെ ഊരി വരുമ്പോ അടുത്തവന്മാര് പിടിക്കും. അല്ല, അതങ്ങനെ തുടരും. നക്ഷത്രം എന്തോന്നാ സാറിന്റെ? അല്ല, ശനിദശ തുടങ്ങിയോന്നറിയാനാ. നിങ്ങൾ IG ഒന്ന് വിളിക്കും. അയ്യോ, ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഇവരെ CBI ഓഫീസർമാരാ. കൃത്യനിർവഹണത്തിന് തടസ്സം ഉണ്ടാക്കിയിട്ട് നമ്മുടെ കഞ്ഞി പാറ്റയിടരുത്. ഫോണൊന്നും എടുക്കണ്ടാന്നേ. കേൾക്കാൻ സുഖമുള്ള വാർത്തയൊന്നും ആയിരിക്കില്ല. സാറിന്റെ പല സ്ഥാപനങ്ങളിലും ഇപ്പൊ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക. എന്നാ പിന്നെ ആ വിലങ്ങ് അങ്ങോട്ട് വെക്കാം. എല്ലാം അതിന്റെ മുറ പോലെ അങ്ങോട്ട് നടക്കട്ടെ. ഇങ്ങനെ ഒരു കാഴ്ച കാണണമെന്ന് MLA-ക്ക് ഒരു ആഗ്രഹം. നമ്മുടെ നാട്ടിലൊരു നല്ല MLA അങ്ങനെയൊക്കെ പറയുമ്പം നമുക്ക് എതിർക്കാൻ പറ്റുമോ? നീ ഇതിനനുഭവിക്കും. കുറെ അനുഭവിച്ചു കഴിഞ്ഞു. എന്തും നേരിടാനുള്ള ശക്തിയും മനസ്സിന് കിട്ടി. ഇനി അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളാണ്. ഇപ്പൊ മന്ത്രിസ്ഥാനം പോയില്ലേ, താമസിയാതെ MLA സ്ഥാനം പോവും. ദേശരക്ഷാ നിയമം അനുസരിച്ച് നിങ്ങളെ ജയിലിലാക്കാൻ ഇനി അധികം വൈകില്ല. ഒരു പെണ്ണ് വിചാരിച്ചാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും സർ. ഇപ്പോ ഈ നിമിഷത്തിൽ നീ ജയിച്ചു. പക്ഷെ കൃഷ്ണമൂർത്തിയുടെ വേരുകൾ എവിടൊക്കെയാണെന്ന് നിനക്കറിയില്ല. ഞാൻ തിരിച്ചു വരും, ഒരു പോറല് പോലും ഏൽക്കാതെ. അതിനുശേഷം നമ്മൾ ശരിക്കൊന്ന് കാണും. തിരിച്ചു വരവുണ്ടാവില്ല. ഇതെന്റെ മാത്രം അനുഭവമല്ല. തിരിച്ചടിക്കാൻ ശക്തിയില്ലാതെ മനസ്സുരുകിക്കൊണ്ട് ഒരുപാട് പേര് ഇവിടെ ജീവിക്കുന്നുണ്ട്. പോലീസിനെ പേടി, അധികാരവർഗത്തിന് പേടി. ഒരു മന്ത്രി തെറ്റ് ചെയ്തപ്പോ അത് തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞതിന് എന്റെ വീട് എറിഞ്ഞു തകർത്തു. നീതിക്കും ന്യായത്തിനും വേണ്ടി ചെറിയ തോതിലൊന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് എനിക്ക് ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഇവിടെ ആർക്കും ആരെയും കൊല്ലാം. രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ പിരിറ്റ് കടത്താം, ബോംബുണ്ടാക്കാം. എനിക്ക് നേതാവാകണ്ട, മന്ത്രിയാകണ്ട. പക്ഷെ എന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എനിക്ക് സത്യസന്ധമായി പ്രവർത്തിക്കാൻ കഴിയണം. അതെന്റെ അവകാശമാണ്. തുറന്ന മനസ്സോടെ ഒരു നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ ഇയാളെ പോലുള്ള സാമൂഹ്യ ദ്രോഹികളെ എതിർക്കും. ജനങ്ങൾക്ക് നന്മ ചെയ്യാമെന്ന് പ്രതിജ്ഞയെടുത്ത് അധികാരത്തിൽ കയറിയവർ വരെ ഇയാൾക്ക് കൂട്ടുനിൽക്കും. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുക? ഒരു കൃഷ്ണമൂർത്തി ശിക്ഷിക്കപ്പെട്ടാൽ ഈ നാട്ടിലെ അനീതിയും അക്രമവും അവസാനിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കൃഷ്ണമൂർത്തിയെങ്കിലും ശിക്ഷിക്കപ്പെടണം. പലർക്കും നാളെ ഇതൊരു പാഠമാകണം. മിണ്ടാതിരിക്കുന്നവരൊക്കെ വിഡ്ഢികളല്ലെന്ന് തെളിയിക്കുന്ന ചിലരെങ്കിലും നമുക്കിടയിലുണ്ട്. അതിലൊരാളാണ് പവിത്രൻ. പ്രതികൾക്കെതിരെ ഞാൻ ഫയൽ ചെയ്ത കേസുകൾ തെളിയിക്കാൻ ആവശ്യമായ എല്ലാ രേഖകളും പവിത്രന്റെ കയ്യിലുണ്ട്. ബഹുമാനപ്പെട്ട കോടതിക്ക് പരിശോധിക്കാം. പവിത്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളാണോ പവിത്രൻ? പവിത്രൻ എന്റെ തൂലിക നാമമാണ്. ശരിക്കുള്ള പേര് രാമചന്ദ്രൻ.
മാവിലാങ്കുന്നത്ത് രാമേന്ദ്രൻ. ഇങ്ങനൊരു തൂലികാനാമം സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? ജീവഭയമുള്ളതുകൊണ്ട്. തുച്ഛവരുമാനക്കാരനായ ഒരു സാധാരണക്കാരൻ ഈ നാട്ടിലെ വമ്പന്മാർക്കെതിരെ തിരിഞ്ഞാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട്. ചുറ്റും കണ്ടത് സമൂഹത്തിന്റെ ശത്രുക്കളെയും ആ ശത്രുക്കളുടെ ബന്ധുക്കളെയുമാണ്. വെളിച്ചത്ത് വരാൻ ധൈര്യമുണ്ടായില്ല. ഒടുവിൽ ആ ശത്രുക്കളുടെ ഒരു ശത്രുവിനെ ഞാൻ കണ്ടു, MLA രാജലക്ഷ്മി. അവരുടെ പിൻബലമില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും കട്ടന്റെ പുറകിൽ തന്നെ ഒളിച്ചിരിക്കുമായിരുന്നു. ഇപ്പൊ എനിക്ക് ഭയമില്ല. എല്ലാ നിലയിലും ശത്രുക്കൾ ശക്തരാണെന്ന് അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെടാൻ ഒരു പഴുതുപോലുമില്ലാത്ത തെളിവുകളുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു പാതിരാത്രിയിൽ മണ്ണാർക്കാട്ടെ വിജനമായ റോഡരികിൽ തന്റെ ബിസിനസ് പാർട്ണറായ ഹമീദിനെ കാറിലിട്ട് ചുട്ട് കരിച്ചുകൊണ്ടാണ് കൃഷ്ണമൂർത്തി അയാളുടെ കൊട്ടാരത്തിന് തറക്കല്ലിട്ടത്. പോലീസിനെ ഉപയോഗിച്ച് കേസ് മായ്ച്ചു, പക്ഷെ തെളിവുകൾ മാഞ്ഞു പോയിട്ടില്ല. ഗൂഢാലോചന നടത്തിയ ഹോട്ടൽ മുറി, പെട്രോൾ ബങ്കിലെ ബിൽ ബുക്ക്, കരിഞ്ഞുപോയ കാറിനകത്ത് കരിയാതെ കിടന്ന കണ്ണടച്ചില്ല്, കൃഷ്ണമൂർത്തി തന്നെ തട്ടിക്കളയുമെന്ന് ഭയപ്പെടുന്നതായി ബോംബെയിലെ ഒരു സുഹൃത്തിന് ഹമീദ് അയച്ച കത്ത്, എല്ലാം എന്റെ പക്കലുണ്ട്. കൃഷ്ണമൂർത്തി ഒരു രാഷ്ട്രീയ നേതാവാണോ? അല്ല. രാഷ്ട്രീയ പ്രവർത്തകനാണോ? അതുമല്ല. പിന്നെന്തിന് നമ്മുടെ MLA-മാരും മന്ത്രിമാരും അയാളുടെ സുഹൃത്തുക്കളായി? പാപക്കറപുരണ്ട കൈകൊണ്ട് വിളമ്പിയ സദ്യ ഉണ്ണാൻ, ആ എച്ചിലെല്ലാം നക്കി വെളുപ്പിക്കാൻ ജോണി എന്നൊരു പാവം ചെറുപ്പക്കാരനെ ഇയാൾ കൊല്ലിച്ചു. ദൃക്സാക്ഷികളുണ്ട്. അത് ചെയ്തവരിൽ ഒരാൾ ഇപ്പോൾ CBI കസ്റ്റഡിയിലാണ്. ഇയാളുടെ പല വ്യവസായ സ്ഥാപനങ്ങളുടെയും പിന്നാമ്പുറങ്ങൾ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളാണ്. തെളിയിക്കാൻ ജീവൻ പണയം വെച്ച് ഞാനെടുത്ത ഫോട്ടോസ് ഉണ്ട്. തോക്കുകളും ബോംബുകളും കൊണ്ട് വർഗീയ കലാപത്തെ ഇയാൾ കച്ചവടം ചെയ്തു. ഇവനെ കൊത്തിയരിഞ്ഞ് കാക്കകൾക്കും പട്ടികൾക്കും ഇട്ടുകൊടുത്താൽ അത് തിന്നവ ചത്തുപോകും. കാരണം ഇവൻ വിഷമാണ്, എല്ലാം നശിപ്പിക്കുന്ന വിഷം. നിക്കണവിടെ തന്നെ ശരിക്കൊന്ന് കാണട്ടെ. തോന്നുകയല്ല ഇങ്ങനൊരു സ്ഫോട വസ്തു തന്റെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് ഈ മുഖം കണ്ടാ തോന്നുകയല്ല. ശരിയാ, മുഖം മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെയുള്ള ചൊല്ലിന് അർത്ഥമില്ലാതായി. ഇക്കാലം വരെ ഞാൻ അനുഭവിച്ച നിഗൂഢമായ ആ സുഖം ഇനിയില്ല. ഇന്നത്തോടെ എല്ലാം തീർന്നു. ചേച്ചി ഒരു അക്ഷരം പറഞ്ഞില്ല. രാമചന്ദ്രനാണ് പവിത്രനെന്ന് അറിഞ്ഞത് മുതൽ ഇപ്പൊ കഴിഞ്ഞതുപോലെ ഒരു സന്ദർഭം ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നല്ലോ ഞാൻ. മാത്രമല്ല, ചിലതൊക്കെ അതാതിന്റെ സമയത്ത് അറിയുന്നത് നല്ലത്. വരൂ, വക്കീലിൽ നിന്ന് കാണണം. മാഡം, ഇതാ ചോദിച്ചിരുന്ന പേപ്പേഴ്സ്. താങ്ക് യു. മാറ്, മാറ്.
പോട്ടെ, ചേച്ചി വിഷമിക്കരുത്, ധൈര്യമായിരിക്കണം. മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. എല്ലാത്തിനും കാരണം ഞാനാണ്. ചുറ്റുമുള്ളവരെ മുഴുവൻ വേദനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. രാമേന്ദ്രൻ, മജീദ്, ബാലേട്ടൻ, എല്ലാം നഷ്ടങ്ങൾ മാത്രം. നഷ്ടപ്പെടാതെ, വേദനിക്കാതെ ഒന്നും നേടാൻ കഴിയില്ല രാജി. നിന്നെ മനസ്സിലാക്കാൻ ഞാൻ അല്പം വൈകി. സ്വാർത്ഥതയായിരുന്നു. എനിക്ക് മാത്രമായി നിന്നെ കെട്ടണമെന്ന ആഗ്രഹം. ഇനി അങ്ങനെ ചിന്തിക്കില്ല. ദാ, ഇവർക്കൊക്കെ നിന്നെ ആവശ്യമുണ്ട്. അവരുടെ ആശയും പ്രതീക്ഷയുമാണ് നീ. അവരുടെ ശക്തിയാണ് നീ. തളരരുത്. ഇനി നീ തനിച്ചല്ല. എന്നും എപ്പോഴും ഞാനും എൻ്റെ സ്നേഹവും നിന്നോടൊപ്പം ഉണ്ടാവും.